ഭൂരഹിതരില്ലാത്ത കേരള പദ്ധതി പ്രകാരം ജില്ലയിൽ വാസയോഗ്യമല്ലാത്ത ഭൂമി ലഭിച്ചതായി പരാതിയുള്ളവർക്ക് പരിശോധിച്ച് നല്ല ഭൂമി നൽകുമെന്നാണ് മന്ത്രി അറിയിച്ചത്. ഭൂമിക്ക് വേണ്ടി പുതുതായി അപേക്ഷിച്ചവർക്കും ഭൂമി ലഭ്യമാക്കും. വാസയോഗ്യമല്ലാത്ത ഭൂമി നൽകിയതായി 200ഓളം പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. ഇത് പരിശോധിച്ച് അർഹരായവർക്ക് ഭൂമി മാറ്റി നൽകും. റവന്യൂ സർവേ ആധാരത്തിലൂടെ ലഭിച്ച 4.5 ലക്ഷത്തോളം അപേക്ഷകളിൽ പരിഹരിക്കാനുള്ളവ സമയബന്ധിതമായി തീർപ്പാക്കും. 3.5 ലക്ഷത്തോളം അപേക്ഷകൾ തീർപ്പാക്കിയിട്ടുമുണ്ട്. ജനകീയ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ദുരിതപൂർണമായ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും ദുഃഖങ്ങൾക്കും പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് നിരവധി പദ്ധതികൾക്ക് രൂപം കൊടുക്കുകയും അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് നടപ്പാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളമുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ തെറ്റുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ ബാധിതർ വസിക്കുന്ന പഞ്ചായത്തുകൾക്ക് ഇവിടെ ഇന്ന് ആംബുലൻസും മറ്റും വിതരണം ചെയ്യുന്ന ചടങ്ങ് കൂടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ 4ാമത് വാർഷികാഘോഷം ഈ കാസർഗോഡ് ജില്ലയിൽ നടക്കുമ്പോൾ തീർച്ചയായും കാസർഗോഡ് ജില്ലയുടെ ഒരു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഒരു വലിയ വികസന മുന്നേറ്റത്തിന് വഴിയൊരുക്കുവാൻ വേണ്ടിയുള്ള യാത്രയിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാകണം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സർക്കാർ അനുവദിച്ച 9 ആംബുലൻസുകളുടെ താക്കോൽദാനവും ചടങ്ങിൽ നടന്നു. സംസ്ഥാന മന്ത്രിസഭാ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ തന്നെയാണ് ആംബുലൻസുകളുടെ താക്കോൽദാനവും നിർവഹിച്ചത്. ചടങ്ങിൽ നെല്ലിക്കുന്നി MLA അധ്യക്ഷത വഹിച്ചു. PB അബ്ദുൾ റസാഖ് MLA, സിഡ്കോ ചെയർമാൻ CT അഹമ്മദ് അലി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മുംതാസ് ഷുക്കൂർ, മുംതാസ് സമീറ, ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CB അബ്ദുൾ ഹാജി, മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അരീഷ് P നായർ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ അരീഷ് നമ്പ്യാർ, കുര്യാഗോസ് പ്ലാപ്പറമ്പിൽ, അഹമ്മദ് അലി കുമ്പള, A കുഞ്ഞിരാമൻ നായർ തുടങ്ങിയവരും സംസാരിച്ചു.